നമസ്കാരം, എൻ്റെ പേര് ഗ്ലെൻജി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. പതിപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഞാൻ അടുത്ത് കേട്ടൊരു വാർത്തയായിരുന്നു. മലയാളി ഫാമിലി ഈ പറഞ്ഞ പോലെ തായ്ലാൻഡിൽ ട്രിപ്പ് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് വാട്ടർ സ്പോർട്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീട്ടമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അവിടെ വെച്ചിട്ട് തന്നെ മരിച്ചുപോയി വാർത്ത കേട്ടായിരുന്നു. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ എന്ന നിലയിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ അടുത്ത്, സാർ ഈ അഡ്വഞ്ചർ സ്പോർട്സ് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യാറുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കവർ ചെയ്ത് കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഈ അഡ്വഞ്ചർ സ്പോർട്സ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളൊന്നും ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടാറില്ല. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ്, ലിംഗമാറ്റവയ്ക്കൽ ശസ്ത്രക്രിയകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടാറുണ്ടോ എന്നൊക്കെ. അതും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ നോർമലി കവർ ചെയ്ത് കിട്ടാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പ്ലാനിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. വേറൊന്നുമല്ല, SBI പുതിയതായിട്ട് കൊടുക്കുന്നൊരു പ്ലാനാണ് ആൽഫ അൾട്ടിമേറ്റ്. അപ്പോൾ ഈ പറയുന്ന പ്ലാനിൽ ഈ രണ്ട് തരത്തിലുള്ള പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. നമ്മൾ SBI ജനറൽ ഇൻഷുറൻസ് കമ്പനി പറ്റി പറയുകയാണെങ്കിൽ SBI ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ 70% ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ SBIയുടെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ SBI ജനറൽ ഇൻഷുറൻസ് കമ്പനി കൂടുതലും പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് SBI ബാങ്ക് വഴിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അക്കൗണ്ട് ഹോൾഡേഴ്സൊക്കെ ആണെങ്കിൽ ബാങ്ക് വഴി ഒത്തിരി പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ പോളിസിയും എൻ്റെ പാരൻസിൻ്റെ പോളിസി ഹോൾഡ് ചെയ്യുന്നത് SBI ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നത്, ഇതിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ യുണീക്കായിട്ട് വരുന്ന ഫീച്ചേഴ്സാണ് നമ്മൾ എടുത്തു പറയുന്നുള്ളൂ. ഇതിൽ ഞാൻ ആദ്യമായിട്ട് എടുത്തു പറയുന്നത് റൂം റെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇതിൽ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് ഈ ആൽഫ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്ലാനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റൂം റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസ് അതിൽ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് സിംഗിൾ പ്രൈവറ്റ് റൂം, ആക്ച്വൽസ്, ട്വിൻ ഷെയറിംഗ് റൂം എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ആക്ച്വൽസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റൂം റെൻറ്റ്. അപ്പോൾ നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഇൻഷുറൻസിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എനി റൂമും ഇവിടെയും ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാനിൽ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. സാധാരണ ഇതിൽ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിനൊക്കെ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് 36 മാസമാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 12 മാസമായിട്ട് 24 മാസമായിട്ട് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു പോളിസിയിൽ അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ ഇൻഷുറൻസിൽ കാണുന്നൊരു കാര്യം 24 മാസം ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറയാറുണ്ട്. ഇപ്പോൾ വെരിക്കോസ് വെയിൻ, കാറ്ററാക്റ്റ്, ഹെർണി ഇങ്ങനെയൊക്കെ പറയുന്ന അസുഖങ്ങൾക്കൊക്കെ 24 മാസം വെയിറ്റിംഗ് പീരീഡ് പറയാറുണ്ട്. നമുക്ക് ഈ ഒരു പോളിസിയിൽ വേണമെങ്കിൽ അത് 24 എന്നുള്ളത് 12 മാസമായിട്ട് കുറയ്ക്കാനുള്ള ഓപ്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റിംഗ് പീരീഡ് കേസിൽ ഈ പറഞ്ഞ പോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ചിലവുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിലവുകളാണ് ഈ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രീ നമ്മുടെ ആവശ്യാനുസരണം 30, 60, 90, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിനുള്ള ദിവസത്തെ ചിലവുകൾ നമുക്ക് ഇതുപോലെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഇതിലും കൊടുക്കുന്നുണ്ട് 60, 90, 120, 180. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇതിൽ നിന്ന് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള ചിലവുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചിലവുകളും കവർ ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസിനെയാണ് പറയുന്നത് പോസ്റ്റ് ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കുമുലേറ്റീവ് ബോണസ്, നാലാമതായിട്ട് പറയുന്നത് കുമുലേറ്റീവ് ബോണസിനെ പറ്റിയിട്ടാണ്. ഇതിൽ ഒരു 10x കവറേജ് കുമുലേറ്റീവ് ബോണസ് ആയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് ഇതൊരു എഡ് ഓൺ ആണ്, ഓപ്ഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അതായത് ഒരു 10 ലക്ഷത്തിൻ്റെ കവറേജ് ആണെങ്കിൽ 20, 30, 40 അങ്ങനെ ഒരു 10 വർഷം കൊണ്ട് 1 കോടിയായിട്ട് ഒരു 10x കവറേജ് ആയിട്ട് ഒരു പ്ലാനിൽ മാറുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഡ്വഞ്ചർ സ്പോർട്സിൽ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വളരെയധികം യൂണിക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അഡ്വഞ്ചർ സ്പോർട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 25%, 50%, 75%, 100%. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് വളരെ അപൂർവമായിട്ടാണ്, എല്ലാ ഇൻഷുറൻസിലും നമുക്ക് അഡ്വഞ്ചർ സ്പോർട്സ് കവർ ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അഡ്വഞ്ചർ സ്പോർട്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രക്കിംഗ് അല്ലെങ്കിൽ ക്ലൈംബിംഗ്, വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള സ്കൂബ ഡൈവിങ്, റാഫ്റ്റിംഗ്, ഇതൊക്കെ നമുക്ക് കയാക്കിങ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അഡ്വഞ്ചർ സ്പോർട്സിലാണ് പെടുന്നത്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, സ്കൈ ഡൈവിങ്, ഇതൊക്കെ അഡ്വഞ്ചർ സ്പോർട്സിലാണ് പെടുന്നത്. അപ്പോൾ സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിലൊന്നും ഇത് കവർ ചെയ്ത് കിട്ടില്ല. ഇതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളൊന്നും നമുക്ക് അഡ്വഞ്ചർ സ്പോർട്സ് മൂലം ഉണ്ടാകുന്ന
ഉണ്ടാവുന്ന എന്താ പറയുക എക്സ്പെൻസുകളൊന്നും നോർമലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിലൊന്നും കവർ ചെയ്ത് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓപ്ഷണലായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാവുന്ന എക്സ്പെൻസസൊക്കെ അപകടങ്ങളൊക്കെ നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഒരു ആറാമതായിട്ട് എൻലെസ് സം ഇൻഷുർഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇറങ്ങുന്ന പോളിസിയിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണത്. അതായത് നമുക്ക് ലൈഫ് ടൈം ഒരു പ്രാവശ്യം നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ ഈ പറയുന്ന ഓപ്ഷണലായിട്ടുള്ള വരുന്ന ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലക്ഷം ആണെങ്കിൽ നമുക്കൊരു 50 ലക്ഷത്തിൻ്റെ 1 കോടി രൂപയുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഒരു പ്രാവശ്യം ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് പറയുന്ന പേരാണ് എൻലെസ് സം ഇൻഷുർഡ് എന്നാണ് അതിന് പറയുന്ന പേര്. അതുപോലെ തന്നെ ഇതിൽ ജിം ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി കവേർഡാണ്. അതായത് ഇതുപോലെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ജിമ്മിന് വർക്കൗട്ടിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ഇതിൽ മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ട് 10,000 വരെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന എക്സ്പെൻസുകളും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു യൂണിക്കായിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ജെൻഡർ റീഅസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ്. അതായത് ലിംഗ മാറ്റിവെക്കൽ ശാസ്ത്രീയ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ ലിമിറ്റ് പറയുന്നുണ്ട് 10 ലക്ഷം വരെയാണ് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നത്. എനിക്കൊന്ന് നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിലൊന്നും ഇത് കവർ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു പ്ലാനിൽ ഇത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട് 10 ലക്ഷം വരെ. ഇനി അടുത്തായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് പ്ലാൻ ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷണലായിട്ടൊരു കവറേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ സ്പൗസിനെ ഇടയാണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. 35 വയസ്സിനുള്ളിൽ ഉള്ളവർക്കാണ് ഒരു ബെനിഫിറ്റ് കവർ ചെയ്ത് കിട്ടാൻ നമുക്ക്. അതായത് ഭാവിയിൽ സ്പൗസിനെ ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബിക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല എന്നാണ് ഈ ഓപ്ഷണലായിട്ടുള്ള ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തു, നമുക്ക് ആ ട്രീറ്റ്മെൻറ്റൊക്കെ എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നോർമലായിട്ട് നമ്മുടെ നോർമൽ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് നമ്മളൊരു കോസ്മെറ്റിക് സർജറി ചെയ്യുകയാണെങ്കിൽ അതും ഈ ഒരു ഇൻഷുറൻസിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടാറുണ്ട്. നോർമലി ഇപ്പോൾ നമ്മുടെ ചുണ്ട് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി നമ്മളിപ്പോൾ സർജറി ഒക്കെ ചെയ്തു, പക്ഷേ അത് നോർമൽ രീതിയിൽ വീണ്ടും പഴയ പോലെ ഒക്കെ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റിലാണ് കവർ ചെയ്യുക. അപ്പോൾ ഈ ഇൻഷുറൻസിൽ അതും കവർ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. മാക്സിമം ലിമിറ്റ് പറയുന്നുണ്ട് 2 ലക്ഷം വരെയാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഈ റീകൺസ്ട്രക്റ്റീവ് സർജറികൾ നമുക്ക് കവർ ചെയ്ത് കിട്ടുക. നമ്മൾ ഓപ്ഷണലായിട്ട് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് പ്രോസ്തെറ്റിക്സ് കവേർഡാണ്. അതായത് കൃത്രിമമായിട്ടുള്ള അവയവങ്ങൾ, കാലുകൾ, കൈകളൊക്കെ ഈ ഒരു പോളിസിയിൽ നമ്മൾ ഈ ഓപ്ഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. നമുക്ക് 2 ലക്ഷം വരെയാണ് മാക്സിമം ഇത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോളിസിയിൽ. അതുപോലെ തന്നെ ഈ പോളിസിയിൽ ഇനിയും നമുക്ക് ഒത്തിരി അഡീഷണൽ ആയിട്ട് ആഡ് ഓൺസ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പക്ഷേ എങ്കിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം അത് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഇതിൽ ആഡ് ഓൺ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ OPD കവറേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ ക്യാഷ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഗ്ലോബൽ കവറേജ് അവൈലബിൾ ആണ്. നമുക്ക് ഇതൊക്കെ ഒന്നുകൂടെ ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യണം. അതുപോലെ കൺസ്യൂമർ കവറേജ് ഇതൊക്കെ ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അഡീഷണൽ ആയിട്ട് ഓപ്ഷണലാണ്. നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കവറേജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റേത് സാധാരണ ഇൻഷുറൻസ് പോലെ തന്നെ ഇവിടെയും നോർമൽ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന പോലെ ICUവിനൊന്നും സബ്ലിമിറ്റ് പറയുന്നില്ല. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കവേർഡാണ്, റോഡ് ആംബുലൻസ് കവേർഡാണ്, മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾ അപ് ടു സം ഇൻഷുർഡ് കവർ ചെയ്യുന്നുണ്ട്. റീസ്റ്റോർ ബെനിഫിറ്റ് അതായത് 10 ലക്ഷം ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ വീണ്ടും 10 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാലും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഫീച്ചർ ബാക്കി ഏത് ഇൻഷുറൻസ് പോലെ തന്നെ ഇവിടെയും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെയൊക്കെ ഒരു സ്പോർട്സ് ഒക്കെ ആയിട്ട് നടക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പോളിസി തന്നെയാണ് ഈ SBIയുടെ ആൽഫ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്ലാൻ. തീർച്ചയായിട്ടും ഈ പ്ലാനിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചു നോക്കിയതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.